ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്ത് പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ റാണികോവിൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വീടൊക്കെ കാണാമോ? അത് വീടല്ല, ഒരു എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവാണ് കേട്ടോ. അതിപ്പോൾ നിലവിൽ പൂട്ടിയിട്ടിരിക്കുക. റാണിമുടി എസ്റ്റേറ്റിലെ ബംഗ്ലാവാണേ. അപ്പം നമുക്കിന്നിപ്പം ഈ റാണികോവിൽ ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടുവരാം. റാണിമുടി എസ്റ്റേറ്റിൻ്റെ ഒരു എൻട്രൻസ് ഗേറ്റാണിത്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഒരു ലേബൽ വെച്ചിട്ടുണ്ട്, റാണിമുടി ബംഗ്ലാവ്. റാണിമുടി എസ്റ്റേറ്റ് ബംഗ്ലാവാണ് ഈ കാണുന്നത്. ഇതിന് ചുറ്റോടും നല്ല തേയിലത്തോട്ടങ്ങളും പിന്നെ ഒരുപാട് പൈൻ മരങ്ങളും ഒക്കെ നിൽക്കുന്നത് നമുക്ക് കാണാവേ. കണ്ടോ, ഈ വഴിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ശരിക്കും റാണിമുടിയിൽ ഇങ്ങനെ അറ്റം വന്നിട്ട് ഞാൻ റാണികോവിലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നേ ഉള്ളേ. ഇപ്പോൾ റാണികോവിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വണ്ടിപ്പെരിയാറിനടുത്ത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി അതൊക്കെ ഒന്ന് കാണാം. റാണിമുടി എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇതേ. ഇതിപ്പോൾ നമുക്ക് ബംഗ്ലാവിലേക്കുള്ള ഒരു എൻട്രൻസ് ഇങ്ങനെയാണ് കാണത്തുള്ളേ. ഒരുപാട് പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു ബംഗ്ലാവ് ഉണ്ടോ. ഇത്ര നേരം ഇവിടെ മഴയും മൂടലും ഒക്കെ ആയിരുന്നേ. ചെറുതായിട്ട് സൂര്യനൊക്കെ അതിലിങ്ങനെ എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വഴിക്കായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ. ഇവിടെ കുറേ അധികം പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഒത്തിരി വലുതൊന്നുമല്ല. ദൂരെ നമുക്കൊരു വീടും എസ്റ്റേറ്റ് ലൈൻസും ഒക്കെ കാണാവേ. ഇത് ഈ തോട്ടത്തിനുള്ളതൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഇങ്ങനെ കയറി കിടക്കുവാണെങ്കിലേ കാണാൻ നല്ലതാണേ. പക്ഷെ മഞ്ഞ് അങ്ങനെ അധികം ഇപ്പോൾ ഇല്ല. നല്ലൊരു മൂടൽ ഉണ്ട്. മഴ പെയ്യാലോ എന്നൊന്നും പറയാൻ പറ്റിയല്ല. നമ്മുടെ ആ ചുവന്ന പൂക്കൾ കാണുന്ന ഒരു മരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ, നിറച്ച് ഈ ഒരു സൈഡ് കംപ്ലീറ്റ്. അപ്പുറത്തെ മരം കാരണം ഫുള്ളായിട്ട് കാണത്തില്ല. ഇവിടുത്തെ തേയിലത്തോട്ടം അത്ര പുഷ്ടിയുള്ളതൊന്നുമല്ല. ഇത് പിന്നെ കുറേയൊക്കെ കൊള്ളാം. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ലൈൻസ് അല്ല. പിന്നെ ഇവിടെ നമുക്ക് ദൂരക്കാഴ്ച കിട്ടുന്നുണ്ട്. റാണികോവിൽ ആ കാണുന്നതാണ്. ആ മേഖല കണ്ടോ, കുറേ കെട്ടിടങ്ങളൊക്കെ കാണുന്നേ. അവിടെ ഒരു അമ്പലമുണ്ട്, കുറേ വീടുകളുണ്ട്, തേയിലത്തോട്ടം. അത് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്ന വഴിക്കാണേ. അതിലേ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്, അത് പാമ്പനാട്ടിലേക്ക് എത്തും. ഇതിൻ്റെ താഴെയാണ് കേട്ടോ റാണികോവിൽ. ഒരു ചെറിയ സിറ്റിയാണേ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം. റാണികോവിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അധികം കടകളൊന്നുമില്ല. ഒരു ചായക്കട, ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ്. പക്ഷേ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ കുറേ ആകുമ്പോൾ ഓട്ടോ അടിച്ച് പോകുന്നു. ഇവിടെയും ഒരു കടയൊക്കെ ഉണ്ട്, കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഈ തൊട്ട് താഴെ കാണുന്നതാണ് കേട്ടോ റാണികോവിൽ. ഈ റാണികോവിലിൻ്റെ പേരിലാണ് ഈ റാണികോവിൽ നിന്ന് ഇവിടെ പേര് വന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിന് ഇവിടെ ഒരു ദേവീക്ഷേത്രമാണേ താഴെ. അവിടെ ആളൊന്നുമില്ല, അല്ല താഴെ വരെ ഇറങ്ങി പോകാമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട ഈ വഴിക്കാണേ. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയുടെ ഒരു തട്ടുകടയൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഇച്ചിരി മുമ്പേ കഞ്ഞി പിടിച്ചേ ഉള്ളൂ, അല്ലായിരുന്നു ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ജ്യോതിമണി പെട്ടിക്കട ഉപജീവന പദ്ധതിയാണ് കേട്ടോ. അപ്പുറത്തൊരു ക്രഷറുണ്ടേ, മെറ്റലൊക്കെ എടുക്കാൻ പോകുന്നു. അപ്പം ഞാനെന്നാൽ ഒരു കടിഞ്ചായ എല്ലാം കുടിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അമ്മച്ചി കടിഞ്ചായ എടുത്തുകൊണ്ടിരിക്കുമോ. അമ്മച്ചിയുടെ പേരെന്നാ? ജ്യോതിമണി. ആ, അതാ കടയുടെ പേരല്ലേ. ആ, കുടുംബശ്രീയുടെ ആണോ? കുടുംബശ്രീ പദ്ധതിയാല്ലേ? ആ ആ, ശരി. എന്തായാലും ഒരു തൊഴിലാവുമല്ലോ. ഒയ്യോ, ആ എന്തായാലും ചെലവ് വഴി ഒരു മാർഗം വേണമല്ലോ അല്ലേ. ആ, ശരിയാണ്. ആ, ചെറുകടികളൊക്കെ ഇവിടെ കിടപ്പുണ്ടോ കേട്ടോ. ആ, മിഠായികളൊക്കെ ഉണ്ട് ഈ കടയിലെ. ചെറിയ കടയാണല്ലോ, ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇവിടെ ഇരുന്ന ഒരു ചായയൊക്കെ കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടേ. അപ്പോൾ നമുക്കൊരു കടിഞ്ചായ കുടിച്ചേക്കാം, മധുരമില്ലാത്ത കടിഞ്ചായ. ഇവിടെയൊക്കെ ഒരുപാട് പഴയ കെട്ടിടങ്ങളും ലൈൻസും ഒക്കെയാണേ. ഇത് നോക്കി, അങ്ങോട്ടൊരു നല്ല വ്യൂ ഉള്ള ഒരു കാഴ്ച. അവിടെ ഒരു ലൈൻസൊക്കെ നമുക്ക് കാണാം. ഒരു ഗേറ്റ് പോലെയൊക്കെ അവിടെ കാണുന്നുണ്ട്. ഗേറ്റ് അല്ലെന്ന് തോന്നുന്നല്ലേ. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടേ. പഴയ ലൈൻസും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി.
ഭംഗി എന്നൊക്കെ പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ എങ്ങനെയാണ് ഭംഗിയെന്ന് പറയാതിരിക്കുക? ആ മലയുടെ വിളിമ്പിൽ കൂടെ കുറച്ച് വീടുകൾ ഇരിക്കുന്നുണ്ടോ? തൊട്ട് മേളിൽ കാടാണേ. കാടെന്ന് പറഞ്ഞാൽ അത് ഏലത്തോട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പൈൻ മരങ്ങളുടെ ഇടയിലും ഒരു ചെറിയ കെട്ടിടം നമുക്ക് കാണാം. ഇതൊക്കെ ഈയിടെ പേച്ച് വർക്ക് ചെയ്തതാ ഈ റോഡ് കേട്ടോ. ടാറിങ് പണിക്ക് വന്ന മെഷീനുകളൊക്കെ ഇവിടെ കിടക്കുവാണേ. അത് കൊണ്ടുപോയിട്ടില്ല അവർ. ഈ ഭാഗമൊക്കെ തേയിലൊക്കെ കവാത്ത് ചെയ്തുകൊണ്ടാണ് കാണാനൊരു ഭംഗി ഇച്ചിരി കുറവല്ലേ. എന്നാലും വലിയ കുഴപ്പമില്ല, പച്ചപ്പ് കുറവാന്നേ ഉള്ളൂ. ഈ റോഡേ ചെന്നിറങ്ങുന്നതേ ഹൈവേയിലോട്ടാണേ, കുമളി കോട്ടയം റോഡിലേക്ക്, KK റോഡ്. ആ വഴിക്ക് വേണം നമ്മളങ്ങോട്ട് പോകാനും. ഈ വഴിക്ക് വീതി കുറവായതുകൊണ്ട് വാഹനങ്ങൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇച്ചിരി പച്ചപ്പുള്ള തേയിലത്തോട്ടം കണ്ടതേ. ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കെട്ടിടങ്ങളൊക്കെ കാണാം. കെട്ടിടങ്ങൾ പമ്പ് ഹൗസൊക്കെ ആണെന്ന് തോന്നുന്നു, മുകളിൽ വീടും. ഇത് നമ്മൾ പാമ്പനാട്ടിൽ നിന്ന് വരുന്ന വഴിയാണേ. ആ വഴിക്ക് മൂക്കർത്താമളം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടുന്നാണ് റാണിമുടിക്കും റാണികോവിലിനും ഒക്കെ കയറി പോകുന്ന വഴി. മൂക്കർത്താവളം എന്നൊരു വളവ് ആ മേളിലാണ് കേട്ടോ. ഈ ബസ് പോകണമുണ്ടോ, അവിടെ ഒരു വലിയ വളവുണ്ട്, അതാണ് മൂക്കർത്താവളവ്. ഇതാണ് മൂക്കർത്താവളവ് കേട്ടോ. ഇവിടെ ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ട്. ഇതാ മുകളിലോട്ട് വലിയ വളവാണേ, നമുക്ക് മറുപുറം കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ തേയിലത്തോട്ടമൊക്കെ കണ്ടോ. പിന്നെ നമുക്ക് ദൂരെയായിട്ടേ പാമ്പനാറിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാവേ. മൂടിയ കാലാവസ്ഥയായതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. അവിടെ ഒരു തേയില മുട്ടയുണ്ടേ. ഇപ്പം നമ്മൾ പട്ടുമല എത്തി കേട്ടോ. മേളിലായിട്ട് പള്ളിയൊക്കെ ഉണ്ട്. നമുക്കിവിടുത്തെ കുറേ കാഴ്ചകളും കൂടെ കണ്ടുപോകാം. വഴി സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. കാപ്പി, ചായ, കൂൾ ഡ്രിങ്ക്സ്, കരിക്ക്. പള്ളിയുടെ മെയിൻ ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണേ. ഇത് ശനിയും ഞായറൊക്കെ തുറക്കൊള്ളായിരിക്കും. ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലോട്ട് പള്ളിയിലേക്ക് കയറി പോകുന്ന വഴി. നമുക്ക് മുകളിൽ വരെ ഒന്ന് പോയിട്ട് വരാം. പള്ളിയിലേക്കുള്ള വഴി നല്ല വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 8 നോയമ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് തിരക്ക് വരുവേ. 8 നോയമ്പ് പെരുന്നാളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പെരുന്നാൾ. ഇത് ഒരു ആരാധനാച്ചാപ്പലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ വഴി അപ്പുറത്തെ സൈഡിൽ കൂടെ, നമുക്ക് അതിനകത്ത് കയറി ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. ഇപ്പോൾ പള്ളിയിൽ തീരെ തിരക്ക് കുറവാണേ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ, വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നത്. ഇങ്ങോട്ടൊരു റോഡ് കണ്ടോ. ഈ വഴിക്കായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പള്ളി ഉണ്ടായിരുന്നത്. കുറച്ച് മുന്നേ പോയാൽ നമുക്ക് ആ പള്ളി കാണാം. ഇതിൻ്റെ അപ്പുറത്തെല്ലാം ഏലത്തോട്ടമൊക്കെയാണ്. ഏലത്തോട്ടമുണ്ട്, തേയിലയുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ആദ്യത്തെ പള്ളിയെ. ഒത്തിരി ഭംഗിയുണ്ട് അത് കാണാനായിട്ടെ. ഈ പൈൻ മരത്തിൻ്റെയൊക്കെ കീഴിലായിട്ട് ഇതിൻ്റെ ഒരു ഗോപുരമുണ്ട് ഇവിടെ, മണിമേട. അത് പക്ഷേ ആ മരം കാരണം നമുക്ക് കാണത്തില്ല. നമുക്ക് അങ്ങോട്ട് ആ മെയിൻ പള്ളിയുടെ ഭാഗത്തേക്ക് തന്നെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഒരു കിളിക്കൂടുണ്ടേ. കുറേ കിളിക്കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് അവരെ ഒന്ന് കാണാം. ശരിക്കും കാണാമെന്നറിയില്ല, ഒച്ച വെക്കുന്ന കേട്ടോ. ഇത് വെറുതെ ഇരിക്കുന്നു. ഇവിടെ എല്ലാം ഉണ്ടാവും വരെ. ഇതിലും ഉണ്ട് കേട്ടോ, കാണാവോ? ഇവിടേക്ക് ഇരിപ്പുണ്ടേ. ഇതിലുമുണ്ട്. താഴെയുണ്ട് കുറച്ച് പേര്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോ ഇവിടുത്തെ സ്റ്റോറിയൊക്കെ. ഇനി നമുക്ക് പള്ളിയുടെ സൈഡിലേക്ക് പോകാം കേട്ടോ. പള്ളി ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടുന്ന് ഗ്രോട്ടോയിലേക്കുള്ള വഴിയുണ്ട്. അതാണ് ഗ്രോട്ടോയിലോട്ട് പോകുന്ന വഴി. ഇതാണ് നമ്മൾ താഴേന്ന് കണ്ട ആരാധന ചാപ്പൽ. ഇവിടെ അധികം സൗണ്ട് വെക്കാൻ പാടില്ല കേട്ടോ.
ഇവിടെ നിന്നൊക്കെ താഴോട്ടൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടമായിരുന്നു. ഇവിടെ ഒരു മരത്തേൽ ഒത്തിരി കൊന്തയൊക്കെ കിടക്കുന്ന കാണാമേ. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ട് കെട്ടിയിട്ട് പോകുന്നതാണ്. മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ അവിടെയാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പോയി നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു പെർമിഷനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പട്ടുമല പള്ളി കണ്ടു. അതിൻ്റെ ചുറ്റോട്ടുള്ള കാഴ്ചകൾ കുറച്ച് കണ്ടു. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങി പോയിട്ട് നമുക്കേ താഴെ ഇനി എന്താ ഉള്ളതെന്ന് നോക്കാം കാഴ്ചകൾ. ഈ ഒരു കൊടിമരം വരെ സ്ഥാപിച്ചത് ഹോട്ടൽ ഹോൾഡായി വിസിറ്റ തേക്കടി ജംഗ്ഷൻ കുമളിയിലുള്ളവരാണ്. അവർക്ക് 2-3 റിസോർട്ടുകളൊക്കെ ഉണ്ട്. കൊടിമരം നമുക്കൊന്ന് കാണാം. നല്ല ഹൈറ്റാണ്. കുറച്ചിങ്ങി ഇറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ പള്ളിയും കൊടിമരവും. ഇവിടെ ഒരു തേയില ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് സ്വാമിമാരൊക്കെ ഇവിടെയൊക്കെ നിർത്തിയൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ നിർത്തുന്നുണ്ട്. ആരും പള്ളിയിലോട്ട് കയറുന്നൊന്നും കാണുന്നില്ല. അപ്പോൾ പട്ടുമല എന്നുള്ള സ്ഥലം കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് പട്ടുമല ടീ എസ്റ്റേറ്റിലേക്കുള്ള എൻട്രൻസ്. തേയിലത്തോട്ടമാണ് അങ്ങോട്ട് കേട്ടോ. ഇവിടെ ഈ ശബരിമല തീർത്ഥാടകർ കൂടുതൽ നിർത്തുന്ന തന്നെ അറിയോ. ഇവിടെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ അവരിങ്ങനെ നിർത്തുന്ന കൂടുതലും. ഇടുക്കി ജില്ലയിലെ പീരുമേടും മൂന്നാറുമാണ് ഏറ്റവും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളീ കാണുന്നത്. ഉണ്ടോ അങ്ങോട്ടൊക്കെ നോക്കി. ഇപ്പോൾ പട്ടുമലയിൽ ഇത്രയൊക്കെ ഉള്ളു കാഴ്ച കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. 8 നോയമ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 6, 7, 8 സെപ്റ്റംബർ ആ ഒരു 3 ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കുമേ. ഇവിടെയൊക്കെ ഭയങ്കര വാഹനങ്ങളുടെയൊക്കെ ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവും. നേരത്തെ അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ അത് വർക്കിംഗ് ആണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ബോർഡ് വെച്ചൊക്കെ ഉണ്ടോ തേയിലപ്പൊടികളുടെയൊക്കെ പേര്. ഇവിടെ കുറേ ചെടികളും ഉണ്ട് ഒരു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു കേട്ടോ. ഈ കടകളിലൊക്കെ കരിക്കുണ്ട്, ചെടികളുണ്ട്, ചായയുണ്ട്, കാപ്പിയുണ്ട്. നല്ല നാടൻ കരിക്കുണ്ട്, ചെന്തങ്ങിൻ്റെ കരിക്കുണ്ട്. ഈ കടയിലുമുണ്ട്. താഴെ ഒരു കടയുണ്ട്, അവിടെയുണ്ട്. ഇങ്ങനെ ഈ കടകളിലൊക്കെ പലതരം കച്ചവടങ്ങളാണ്. ഈ ഒരു കടയിൽ വന്നപ്പോൾ ഈ ഒരു പെൺകുട്ടി കണ്ടോ കുപ്പിയുടെ മുകളിൽ പെയിൻറ്റിങ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കുന്നു. ആ കുപ്പി ഒന്ന് ഇങ്ങോട്ട് കാണിച്ചേ. ആ കൊള്ളാം. ഈ വരയ്ക്കുന്ന ആളുടെ പേരെന്നാ? റീന. മോൻ കാണിക്കുന്നൊരു മോൻ കാണിച്ചല്ലേ. ആ ഇവിടെ ഒന്നുകൂടെ വരച്ചു വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാലോ. ഇതൊക്കെ സ്വന്തം ചെയ്താണോ? ഇത് എത്ര ദിവസം പണിയാ? ആ 3-4 ദിവസം അല്ലേ. പിന്നെ ഉണ്ടല്ലേ ഇത് 2 സൈഡായിട്ട്. അപ്പോൾ വഴി കിടക്കുന്ന കുപ്പിയെല്ലാം പെറുക്കി പെയിന്റ് ചെയ്യാം അല്ലേ. കൊള്ളാം, നല്ല പരിപാടിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഈ കുപ്പിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ അതോ കാണാൻ വേണ്ടി വെച്ചിരിക്കോ? ഇതിനെന്നാ വിലയാ? ചെയ്തല്ലേ. ആണോ ആദ്യമായിട്ട് വെള്ളയും കറുപ്പും? രാധാകൃഷ്ണൻ അത് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് കൊറേ ചെയ്തായിരുന്നു. ഇതൊക്കെ ആദ്യം പോയി സെല്ലായി പോയതാ. ഇതൊക്കെ ഇതൊക്കെ സെല്ലായി. ഇത് പോയിട്ടില്ല. ഇത് അയ്യോ ഇതൊരു ശിവനുണ്ടല്ലേ. ആ ശിവനുണ്ട്. പിന്നെ ഇത് പോയി. ഫോട്ടോ പോലെ എടുത്ത് ചെയ്യുന്ന ഇവിടെ ബാക്കിലൊക്കെ കുറെ കുപ്പി കിട്ടിയപ്പോ കുപ്പികൾ ഡിസൈൻ ചെയ്യുന്ന കിട്ടുന്ന ബോട്ടിൽസ് കളക്ട് ചെയ്ത് ഇവിടെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി പിന്നെ വീണ്ടും വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് കഴുകും. അത് കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞ് ബെയിൻസ്കോട്ട് അടിക്കും. പറ്റുമ്പോ സമയം കിട്ടുമ്പോ ഇവിടെ വന്ന് തോന്നുന്ന ഐഡിയാസ് ചിലപ്പോ ഫോട്ടോസ് എടുത്തിട്ട് ചെയ്യും. ശരി. ഈ കൊച്ചു വരച്ച കഥകളിയുടെ ഒരു ഇത് കണ്ടോ കുപ്പിയുടെ മുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത കഥകളുടെ ഒന്നുകൂടെ ഉണ്ടോ? ഇല്ല ആ പറഞ്ഞോ അല്ലേ.
നമുക്ക് പീരുമേട്ടിലെ തേയിലത്തോട്ടങ്ങളൊന്ന് കാണാം. കണ്ടോ, ഈ മേഖലയുള്ള തേയിലത്തോട്ടങ്ങൾ കണ്ടോ. നമ്മൾ മൂന്നാർ പോയാൽ പോലും ഇത്ര സെറ്റപ്പായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് KK റോഡിൻ്റെ സൈഡിലാണേ. താഴെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ട്. ശരവണ ഭവനോ അങ്ങനെ എന്തോ ഒരു പേരാണ് അതിൻ്റെ. അല്ല, അന്നപൂർണ എന്നാണ് കേട്ടോ. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കാണേ. ശബരിമലയ്ക്ക് പോകുന്നവരും വരുന്നവരുമായ തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കസ്റ്റമേഴ്സേ. എന്ത് വാഹനം കിടക്കുന്നു നോക്കി. മാത്രമല്ല ഇവിടെയൊക്കെ ശരിക്കും നല്ല രീതിയിലുള്ള ബിസിനസ് പരിപാടികളൊക്കെയാണ്. പൈനാപ്പിൾ, ബേക്കറി ഐറ്റംസ്, ചിപ്സ് അവിടെയും ഉണ്ട് കേട്ടോ. വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലും എല്ലാം കൂടിയാണ്. ഇവിടെ ഒരു ചെടി നഴ്സറി ഒക്കെ ഉണ്ടേ. അന്തിക്കാട് എന്നാണ് അതിൻ്റെ പേര്. അവരുടെയാണ് ഈ മോളിൽ കാണുന്നതൊക്കെ, ഒരു കെട്ടറൊക്കെ. ഈ നഴ്സറിക്കുള്ളിലേ ഒരു പാർക്ക് പോലെയൊക്കെ സജ്ജീകരിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ ഫോട്ടോ പോയിന്റുകളൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ടേ. ടിക്കറ്റ് വെച്ചായിരിക്കും ആൾക്കാരെ മിക്കവാറും കയറ്റി വിടുന്നത്. അവരുടെ മെയിൻ ഓഫീസ് അവരുടെ വീടൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു പഴയ മോഡലിലുള്ള ഒരു കെട്ടിടമൊക്കെ നമുക്ക് കാണാം. ഈ എസ്റ്റേറ്റുകാരുടെ തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഹോട്ടലും പ്രസ്ഥാനങ്ങളും എല്ലാം. ടീ ഔട്ട്ലെറ്റ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കരടിക്കുഴി എസ്റ്റേറ്റ് ആണ് കേട്ടോ. കരടിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ കുറേ ലൈൻസൊക്കെ കാണാം. പിന്നെ അവിടെ ഒരു അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ലൈക്കൊക്കെ കാണാം കേട്ടോ. ലൈക്കോ കുളമൊക്കെയാണ്. തേയിലയൊക്കെ നനയ്ക്കാനുള്ള വെള്ള സംവിധാനമാണ്. അവിടെയും കുറച്ച് പഴയ ലൈൻസുകളൊക്കെ കാണാവേ. അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതാണ് കരടിക്കുഴി സിറ്റി. ഈ ഭാഗത്തെ തേയിലയൊക്കെ കൊളുന്തെടുക്കാറായി നിൽക്കുകയാണേ. ഇവിടെയും അപ്പുറത്തായിട്ട് നമുക്കൊരു ലേക്കൊക്കെ കാണാം. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇത് നോക്കിയേ, തേയിലച്ചെടികൾ എത്ര ഭംഗിയായിട്ടാണ് കൃഷി ചെയ്തേക്കുന്നത് നോക്കി. ഇങ്ങനെയൊക്കെ വേണം തേയില കൃഷി ചെയ്യാൻ. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ ഒരു KSRTC അവിടെ നിന്ന് ഇങ്ങോട്ട്, പമ്പയ്ക്കുള്ള ബസ്സാണോ എന്ന് അറിയില്ല കേട്ടോ. ഈ തേയിലത്തോട്ടത്തിന് കണ്ണ് കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കണ്ടാൽ ആരും കണ്ണ് വെച്ച് പോകും കേട്ടോ. അതുപോലത്തെ ഒരു തേയിലക്കൃഷിയാണ് ഇവിടെ കാണുന്നത്. ഇതും വീട്ടിലെ കരടിക്കുടി എസ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ കാണാം. ഇത് അങ്ങോട്ട് നോക്കി, തേയിലക്കാടുകളുടെ ഒരു ഭംഗി കാണുമെങ്കിൽ. അപ്പോൾ മുകളിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായി. ഇതിനിടയ്ക്കൂടെ ഇതിലൊരു ചെറിയ വെള്ളച്ചാൽ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശം വണ്ടിപ്പെരിയാർ എത്താറായേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ തൽക്കാലം നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ നല്ല മഴയാണ്. മുന്നോട്ട് ഇനിയും മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാനായിട്ടുള്ള സമയമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.